ഇതേ ഇതേ എന്താ ഹരിച്ചത്? ഇത്രയും നേരം ഞാൻ എന്തെടുക്കായിരുന്നു? അമ്മയായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണ്ടി വരാൻ. വയസ്സാവുമ്പോൾ അമ്മമാർ ഇവരെല്ലാം വരികയാണ് പോകുന്നത്. ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിന്റെ സാമീപ്യം ഇത്രയേറെ സുഖം തരുമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി. ഇത്രയൊക്കെ പറയാൻ എന്നിൽ എന്തുണ്ട് വെച്ചിട്ട്? പലതും. മുത്ത് വാങ്ങുന്നവനെ അതിന്റെ വില അറിയാം, മുത്തിനറിയില്ല. ഇതേ അന്ന് ഞാൻ വിവാഹത്തിന് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ നിഷേധിച്ചതിനെന്താ കാരണം? എനിക്ക് കയ്യെത്താത്ത ഉയരത്തിലാണ് ഹരിച്ചേട്ടനെന്ന് അറിഞ്ഞതുകൊണ്ട്. ഞാൻ ഹരിച്ചേട്ടനെ സ്നേഹിച്ചിരുന്നു. അതാരും അറിയാതെ സൂക്ഷിക്കാനായിരുന്നു എനിക്ക് നോക്കും. പക്ഷേ അതൊരാൾ കണ്ടുപിടിച്ചു. ആര്? നമ്മൾ കൂടി ചേരുന്നതിന് മുൻപ് അവൾ പോയി. പക്ഷെ അവൾ തിരിച്ചു വരും. ഇതെങ്ങനെ? നമ്മുടെ മോളായി ജനിച്ച്. അസംബന്ധം പറയാതെ പുനർജന്മത്തെപ്പറ്റി പറഞ്ഞു വരികയായിരിക്കും. അതെ, ഹരികൃഷ്ണൻ അറിയാനില്ല. അറിവ് അറിവോടൊക്കെ ഈ രാത്രി തന്നെ ചർച്ച ചെയ്യണം. വേറെ എന്തെല്ലാമോ പറയാനും. ഹരിയുടെ അച്ഛൻ മരിക്കുമ്പോൾ അവൻ 6 വയസ്സാവും. അതുകൊണ്ട് അമ്മ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടി വന്നു. 10-16 വയസ്സായപ്പോൾ മുതൽ അവൻ എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. എസ്റ്റേറ്റ് എവിടെ? ഇവിടെ അടുത്ത് തന്നെയാണ്. എന്താ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ പരദൂഷണം? നിന്നെ പറ്റി തന്നെ. എന്നെ പറ്റിയോ? പിന്നെ ഞങ്ങൾക്ക് ഇവിടെ പരദൂഷണം പറയാൻ നീ അല്ലാതെ വേറെ ആരാ? എടാ മോനെ, നീ ഇവളെയും കൂട്ടി നമ്മുടെ എസ്റ്റേറ്റിൽ പോയി കുറേ ദിവസം ഉണ്ടാകും. എന്തിനാണ്? അവൾ അവിടെ ഒന്നും കണ്ടിട്ടില്ല. തന്നെയല്ല, രണ്ടുപേരും ഇവിടെ വീട്ടിൽ തന്നെ ഇങ്ങനെ കഴിഞ്ഞുകൂടിയാ പറ്റില്ലല്ലോ. എടി എടി എടി, നീ അമ്മയെ മണിയടിച്ച് ഒരു ഹണിമൂൺ ട്രിപ്പ് അങ്ങ് സംഘടിപ്പിച്ചു അല്ലേ? അയ്യോ, ഞാൻ അമ്മേ, നാളെ ഈ സമയത്ത് ഞങ്ങൾ എസ്റ്റേറ്റിൽ. എന്താ ഗീതേ? ഗീതേ, എന്താ ഹരിച്ചേട്ടാ? ഗീത ഒന്നിട്ട് വരൂ. എന്തിനാ? എന്റെ മുതുകൊന്ന് തേച്ചു വരൂ. ഗീതേ, അതാ ഇതാ തോട്ടം മുതുകൊണ്ടേക്ക്. എന്താ? നിനക്ക് പുറം തേച്ചു തരണ്ടേ? വേണ്ട, ഞാൻ തന്നെ തേച്ചോളാം. ഞാൻ അകത്ത് വന്ന് തേച്ചു തരാം. വേലത്തിലൊക്കെ കയ്യിലിരുന്നോട്ടെ, എന്നോട് കാണിക്കണ്ട. മനസ്സ് വെച്ചാ മതി. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നു, വരുന്നോ? ഇത് കഴിവെക്കാൻ മടയിൽ ഞാൻ വെറുതെ തമാശ കാണിച്ചതല്ലേ? ഇതേ എന്താ ഇത്? പേടിച്ചു പോയോ? വേറെ ചെറുതോ ഒരു മരണം. ആരുടെ? എന്തിനാണ് എന്റെ പഴയ കാലത്തെ പറ്റി ചോദിക്കുന്നത്? എന്താ ഞാൻ അറിയാൻ പാടില്ല? ഹരിച്ചോടല്ലാതെ വേറെ ആരോട് പറയും? അച്ഛന്റെ മരുമോനായിരുന്നു സുധിച്ചേട്ടൻ. ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരായിരുന്നു.
സുഖേട്ടാ, നിങ്ങളുടെ സൂത്രം ഒന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ. എടി പെണ്ണെ, കല്യാണം കഴിയുന്നതിന് മുൻപ് എന്റെ റൂമിലേക്ക് വന്നിരിക്കാൻ നിന്നോട് ആരാ പറഞ്ഞു? ആ പിന്നെ നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ടുണ്ടല്ലേ, മിസ്റ്റർ സുകുമാരൻ. അതെ, ഞാനാണ് നിന്റെ കണ്ണു കുത്തിയതെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ആ സുഖേട്ടനാണ് ഇത് ചെയ്തതെന്നും മനസ്സിലാക്കാൻ ഞാനെന്തോ ജ്യോതിഷം വെച്ച് നോക്കണോ? പിന്നെ വേറെ ആരെയും തെമ്മടുത്തരം ചെയ്യാ? ആഹാ, ഏതായാലും തെമ്മാടിയായിരുന്നു. ഇനി അതിന്റെ സ്വഭാവം ഒരു അല്പം കാണിച്ചു തരാം. ആ വേണ്ട 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 വേണ്ട, കയ്യും കാലും ഒന്നും എടുക്കാതെ അവിടെ നിന്നാ മതി. നീ ശരിക്കും ഒരു പിന്തിരിപ്പയാണല്ലോ. അതെ. എന്തോന്നതെ, അത് നിന്റെ ഈ സ്വഭാവം എന്നോ ഒന്ന് മാറാൻ? അന്ന് സുഖന്നറിയില്ലേ? അന്ന് ഓക്കെ, സമ്മതിച്ചു. ഞാൻ നിന്റെ അച്ഛനോട്, എന്റെ അച്ഛൻ സുഖന്റെ ആരാ? എന്റെ അമ്മാവൻ, അദ്ദേഹത്തോട് ഒരു കാര്യം പറയാൻ പോവുകയാണ്. എന്ത് കാര്യം? പ്രിയപ്പെട്ട അമ്മാവൻ, ഈ പൈങ്കിളി നോവലുകളും മറ്റുമായി എന്നെ മാത്രം സ്വപ്നം കണ്ടു കഴിയുന്ന ഒരു മകളുണ്ടല്ലോ താങ്കൾക്ക്? ഞാൻ ആരും സ്വപ്നം കാണാറില്ല. ഇല്ലെങ്കിൽ വേണ്ട, പക്ഷേ ഞാൻ അവളെ സ്വപ്നം കാണാറില്ല. കഴിയുന്നതും വേഗം അമ്മാവൻ എനിക്ക് അവളെ വിവാഹം കഴിച്ചു തരണം. ഇല്ലെങ്കിൽ ഞാൻ അവളെ അന്ന് പൊക്കി എടുത്തോണ്ട് പോകും. പിന്നെ പിന്നെ നീ എപ്പോഴും വന്നു? ഇപ്പോൾ വന്നതേ. എനിക്ക് എന്നോടൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. എന്താണ് അമ്മാവൻ? മറ്റൊന്നുമല്ല, നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തെ പറ്റി തന്നെ. അമ്മാവൻ തീരുമാനിക്കുന്ന ഒരു കാര്യത്തിനും ഞാൻ എതിര് പറയാറില്ലല്ലോ. അമ്മാവനാണ് എന്നെ വളർത്തിയതും വലുതാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്റെ സമ്മതം ചോദിക്കുന്നത്. ഞാൻ നിന്നെ വളർത്തിയെടുത്തത് എന്റെ മോളെ കെട്ടിച്ചു തരാനാണെന്ന് നിനക്ക് ഒരിക്കലും തോന്നരുതല്ലോ. നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിന് ഞാൻ തയ്യാറാണ്. അമ്മാവൻ എനിക്ക് ഗീതയെ തരാതിരുന്നാൽ എന്റെ മനസ്സ് വിഷമിക്കും. ശരി, നീ കുറച്ച് ദിവസത്തേക്ക് അവധിയെടുക്കും. എന്തിനാണ് അമ്മാവൻ? കല്യാണമല്ലേ, പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. ആളുകളെ വിളിക്കണം, പാർട്ടി നടത്തണം. അതിനമ്മാവൻ, പരിചയമില്ലാത്തൊരു കുട്ടിയെ കല്യാണം കഴിക്കുകയാണെങ്കിലല്ലേ ആളുകളെ വിളിക്കേണ്ടതും പാർട്ടി നടത്തേണ്ടതും ഒക്കെ. ഞാനും ഗീതയും അങ്ങനെയല്ലല്ലോ. എന്നാലും 4 പേരെ അറിയണ്ടേ നിങ്ങൾ വിവാഹിതരായ കാര്യം? അത് ശരി. ഒരു അഭിപ്രായം പറയാനുണ്ടായിരുന്നു. എന്താ? കല്യാണം കഴിയുന്നതും ചെലവ് ചുരുക്കി നടത്തിയ പോരെ? ശരി, നിന്റെ ഇഷ്ടം പോലെയല്ലേ നടക്കൂ. കാരണം നിന്നോട് വാശി പിടിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നീ ഓഫീസിലും അങ്ങനെയാണല്ലോ. നീ എന്തിനാണ് തന്നെ ഇങ്ങനെ ലഭിക്കുന്നത്? ഞാൻ നിന്റെ പഴയ സുഖചേട്ടൻ തന്നെയാണ്. എന്നാലും വല്ലാത്തൊരാള് തന്നെ ചോദിച്ചത്. എന്താ? ഇന്ന് കല്യാണ ദിവസമായിട്ടും ലീവ് എടുക്കാത്ത പാർട്ടിയല്ലേ? ഞാൻ എന്തിനു വെറുതെ ലീവ് എടുക്കണം? ഇന്ന് രാവിലെ 7 മണിക്ക് നിന്റെ കഴുത്തിൽ താലിയെത്തി. പിന്നെ നിന്നെ കൈ കിട്ടണമെങ്കിൽ രാത്രിയാണ്. പകലെന്ത് ചെയ്യും? ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടി ഉത്തരവാദപ്പെട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഭൗതിയുടെ ഭർത്താവ് എന്നുള്ള കാര്യം മറന്നു കളയരുത്. ഇതൊക്കെ കുത്തിത്തറയ്ക്കുന്നു. എന്തിനാണ് ഇതെല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നത്? ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൂടെ? ഇതില്ലാതെ തന്നെ എന്റെ ഗീത സുന്ദരിയാണ്. മാറ്റിവെക്കും. നിന്നെ ഇങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. ഏത് കാലിലാണ് ഈ നേരത്ത്? യെസ് സുകുമാരൻ ഹിയർ. യെസ് സർ. യെസ് സർ. ഞാൻ വന്നു കഴിഞ്ഞു. ഉടനെ പുറപ്പെടുന്നു. എന്താ സുഖേട്ട? ഇത് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. ഈ ഒരു രാത്രിക്ക് വേണ്ടി എത്ര കാലമായി കാത്തിരിക്കുന്നു. പക്ഷേ
സുഖേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? ബ്യൂട്ടിഫുൾ. ഓക്കെ. അദ്ദേഹത്തിന്റെ മൃതദേഹ മനസ്സിനെ കാണാൻ സാധിച്ചത്. ആ മനുഷ്യന്റെ സ്നേഹം കൂടി നിന്നിലേക്ക് പകരാൻ ഞാൻ ശ്രമിക്കും. ആരുടെ അമ്മ കത്ത്? ഗീത. വിശേഷമൊന്നുമില്ലല്ലോ? ഉണ്ട്, ഒരു വലിയ വിശേഷമുണ്ട്. ഗീത ഗർഭിണിയായിരിക്കും. ഭഗവാൻ എന്റെ ആഗ്രഹം വേഗം സാധിച്ചു തന്നു. ഞാൻ ഉടനെ കത്തെഴുതാൻ പോവുക. ഇനി അവരവിടെ താമസിക്കേണ്ടെന്ന്. അമ്മയുടെ കത്താണ്. ഗീത നേരത്തിന് ഭക്ഷണം കഴിക്കണം, കുളിക്കണം, ശരീരമിളകി ജോലി ചെയ്യണം. സർവത്ര ഗീതാമയമാണ് കത്തില്. ഈയുള്ളവരുടെയുള്ള കാര്യം പോലും അമ്മ മറന്നുപോയി. എന്താ അസൂയ തോന്നുന്നുണ്ടോ? ശകലം. അത് മനസ്സ് വെച്ചോണ്ടിരുന്നാ മതി. വെച്ചിരിക്കണമെന്നും പറ്റില്ല, പ്രവർത്തിക്കണം. എനിക്കൊരു പ്രാർത്ഥന. എന്താ? എന്റെ ജീവിതത്തിൽ അവസാന നിമിഷം ഇതുപോലെ ഞാൻ ഹരിക്കേട്ടനെ മാറി തല കഴിച്ചുകൊണ്ടായിരിക്കുന്നത്. അതിന് എനിക്ക് അവസരം ഉണ്ടാക്കി തരില്ലേ? ഗീതേ, അനാവശ്യം പറയും. അനാവശ്യമല്ല ഹരിക്കേട്ടൻ, എന്റെ ആഗ്രഹം പറഞ്ഞതാണ്. എന്നെ വിട്ടുപിരിയാൻ നിന്നെ ഒരിക്കലും അനുവദിക്കില്ല. ഹരിക്കേട്ടൻ